കാര്യം കൂടി ചെയ്യായിരുന്നു. 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് കൂടി ചെയ്താൽ കൊള്ളാമായിരുന്നു. അവരും ബുദ്ധിമുട്ടിലായ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് കൂടി അത് ചെയ്യണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. എന്നാൽ അവർ ബുദ്ധിമുട്ടല്ലേ, അവർക്കാരും പൈസ കൊടുക്കാനില്ല, ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാൻ ആരുമില്ല. ലേഡീസ് ആരെങ്കിലും വാങ്ങിച്ചു തരും, പുരുഷന് ആരും കൊടുക്കാനില്ല. അവർ വല്ല ചോദിച്ചാൽ കള്ളനും പറയും പോലീസ് പിടിച്ചുകൊണ്ട് പോകും. അപ്പം ഇത് അവർക്കും വേണ്ടി നടപ്പിലാക്കണം. വീട്ടു ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, കടകളിൽ നിൽക്കുന്ന ആൾക്കാർ, ഷോപ്പിംഗ് മാളിലൊക്കെ വർക്ക് ചെയ്യുന്ന ലേഡീസ്, അതേപോലുള്ള സ്ത്രീകൾക്കാണ് ഇതിൻ്റെ മാക്സിമം ആനുകൂല്യം ഉദ്ദേശിച്ചിട്ടുള്ളത്. നമസ്കാരം. കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് ഇന്ന് സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം സൗജന്യമായി KSRTCയുടെ ഓർഡിനറി ബസ്സുകൾ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇന്നു മുതൽ ഉണ്ടാവുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ KSRTCയുടെ സെൻട്രൽ സ്റ്റേഷനിലാണ്. ചേച്ചി, സൗജന്യ യാത്ര സന്തോഷമാണ്, ഹാപ്പിയാണ്. ഞങ്ങൾ ആദ്യമായി UDF സർക്കാരിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഹാപ്പിയാണ് ഞങ്ങൾ. എവിടുന്നാണ് വരുന്നത്? ഞാൻ അമ്പലത്തറയിൽ നിന്ന് വരുവാണ്. സ്ത്രീകൾക്ക് മാത്രമാക്കിയതിൽ വിഷമമുണ്ടോ? പക്ഷേ ഒരു കാര്യം കൂടി ചെയ്യായിരുന്നു. 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് കൂടി ചെയ്താൽ കൊള്ളാമായിരുന്നു. അവരും ബുദ്ധിമുട്ടിലായ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് കൂടി അത് ചെയ്യണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. ഓക്കെ. പേരെന്താ? റെജീന. സന്തോഷമാണോ ഇന്ന്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെമ്പായം തേക്കഴി വീട് ഇതിനു വേണ്ടി വന്നതാണ്. ഇത് ഇത്രയും നല്ല കാര്യം ചെയ്ത് നല്ല സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നാടിന് വേണ്ടി, മന്ത്രിക്ക് വേണ്ടി എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കാം. ഈ ഉമ്മയുടെ പ്രായമുള്ള പുരുഷന്മാർക്ക് ഇത്തരത്തിൽ സൗജന്യ യാത്ര ഏർപ്പാടാക്കേണ്ടിയിരുന്നോ? ഉണ്ടാവണം. എന്നാൽ അവർ ബുദ്ധിമുട്ടല്ലേ, അവർക്കാരും പൈസ കൊടുക്കാനില്ല, ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാൻ ആരുമില്ല. ലേഡീസ് ആരെങ്കിലും വാങ്ങിച്ചു തരും, പുരുഷന് ആരും കൊടുക്കാനില്ല. അവർ വല്ല ചോദിച്ചാൽ കള്ളനും പറയും പോലീസ് പിടിച്ചുകൊണ്ട് പോകും. അപ്പം ഇത് അവർക്കും വേണ്ടി നടപ്പിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ. എനിക്ക് 57ആയി. ഞാൻ എപ്പോഴും പറഞ്ഞാൽ മഹിളാ കോൺഗ്രസ് സെക്രട്ടറി കൂടെയാണ്, മഹിളാ കോൺഗ്രസിൻ്റെ സെക്രട്ടറി കൂടെയാണ് ഞാൻ. ഉമ്മ പറയുന്നത് ഉമ്മയ്ക്ക് 56-57 വയസ്സായി. ഇതേ പ്രായത്തിലുള്ള പുരുഷന്മാർക്ക് സൗജന്യ യാത്ര നൽകിയാൽ നന്നായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് അവർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഒരു വശത്ത് പുരുഷന്മാർക്കും ഇത്തരത്തിൽ, അതായത് ഈ വൃദ്ധജനങ്ങൾക്ക് ഉൾപ്പെടെ, അതായത് ലിംഗഭേദമന്യേ ഇത്തരത്തിൽ സൗജന്യ യാത്ര നൽകിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള പ്രതികരണങ്ങൾ എല്ലാം തന്നെ വരുന്നുണ്ട്. അമ്മ, വളരെ സന്തോഷം. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു സംരംഭം വെച്ചതുകൊണ്ട് ഏറ്റവും വളരെ സന്തോഷം. അവിടെ അട്ടക്കുളങ്ങരയിൽ നിന്നാണ് വരുന്നത്. സാധാരണക്കാർക്കൊരു നല്ല കാര്യമാണ്, മുഖ്യമന്ത്രി നല്ല കാര്യമാണ് ചെയ്യുന്നത്. പിന്നെ ജോലിക്ക് പോകുന്നവർക്കും എല്ലാവർക്കും നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഒരു വശത്തെ ഈ പുരുഷന്മാർക്കും സൗജന്യ യാത്ര നൽകണം എന്നല്ല അഭിപ്രായങ്ങളൊക്കെ. സ്ത്രീകൾക്കൊരു നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. പിന്നെ വയസ്സായ പുരുഷന്മാർക്ക് കൊടുത്താൽ കൊള്ളാമെന്ന് തോന്നുന്നു. ഇതിപ്പോ പാവപ്പെട്ടവരെ ആണ് ഉദ്ദേശിക്കുന്നത്. പാവപ്പെട്ട സ്ത്രീകൾ, വീട്ടു ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, കടകളിൽ നിൽക്കുന്ന ആൾക്കാർ, ഷോപ്പിംഗ് മാളിലൊക്കെ വർക്ക് ചെയ്യുന്ന ലേഡീസ്, അതേപോലുള്ള സ്ത്രീകൾക്കാണ് ഇതിൻ്റെ മാക്സിമം ആനുകൂല്യം ഉദ്ദേശിച്ചിട്ടുള്ളത്. 30 ദിവസം ജോലിക്ക് പോകുന്നവർക്ക് ഒരു 3000 രൂപ തീർച്ചയായും ആ മാസം അവസാനം ഉണ്ടാകും. സെക്രട്ടേറിയറ്റിലുള്ള ഉദ്യോഗസ്ഥർക്ക് വരെ സൗജന്യ അതിനകത്ത് നോ ബാരിയേഴ്സ്. ഓക്കെ, അത് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് പേ ചെയ്ത് പോകണമെങ്കിൽ വേറെ വെഹിക്കിളും ഉണ്ട്. ഇതിനകത്ത് പേ ചെയ്യണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇത് ഉദ്ദേശം വേറെയാണ്. ആരാണ്? സ്ത്രീ ശാക്തീകരണമാണ്. ശാക്തീകരണം സാമ്പത്തിക ശാക്തീകരണം കൂടെയാണ്. അവർക്ക് കിട്ടുന്ന 10 രൂപ അവരുടെ കുടുംബത്തിലാണ്, അവർ നശിപ്പിക്കില്ല. അവർക്ക് വസ്ത്രധാരണത്തിനോ അവരുടെ കുട്ടികളുടെ ഒരു ആവശ്യത്തിനോ, അല്ലേ, ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ വാങ്ങാനോ, അതാണ്. അപ്പോൾ കുടുംബത്തിന് മൊത്തം ആനുകൂല്യം കിട്ടുന്ന, കുടുംബത്തിന് സന്തോഷം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ഞാൻ ശ്രീകുമാരി രാമചന്ദ്രൻ. ഇതാണ് വളരെ നല്ലൊരു അഭിപ്രായമായിരുന്നു അവർ നമ്മളോട് പങ്കുവെച്ചത്. അതേസമയം തന്നെ ഈ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്, ഉയർന്ന ശമ്പളം മേടിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകളുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഈ പദ്ധതിയുടെ അംഗമാകാതെ ഇരിക്കാം. അതായത് അവരുടെ കയ്യിൽ പണമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പണം കൊടുത്ത് മറ്റ് സിറ്റി ഫാസ്റ്റിലോ മറ്റ് ബസ്സുകളിലോ എല്ലാം തന്നെ കയറി യാത്ര ചെയ്യാവുന്നതാണ് എന്നാണ് അവർ നമ്മളോട് പ്രതികരിച്ചത്. ക്യാമറമാൻ ആഷിഖിനൊപ്പം
അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.